ഹലോ, ഇന്നൊരു തട്ടിക്കൂട്ട് ചില്ലി ചിക്കൻ ബോക്സ് കണ്ടാലോ? അപ്പോൾ വാ, ആദ്യം തന്നെ കുനുകുന അരിഞ്ഞു വെച്ചേക്കുന്ന ചിക്കനിലോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് സോയാ സോസാണ് ഒഴിക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ സോയാ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 2 തുള്ളി വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റിൽ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ആക്കണം. എന്നിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒന്നൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക്, നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് കുറച്ച് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സത്യം പറഞ്ഞാൽ പച്ചമുളക് അല്ലായിരുന്നു വേണ്ടത്, ക്യാപ്സിക്കം ആയിരുന്നു. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കവും സോയാ സോസും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത് തട്ടിക്കൂട്ട് ചില്ലി ചിക്കൻ ബോക്സ് എന്ന്. അപ്പം സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസും ഉണ്ടെങ്കിൽ സോയാ സോസ്. എൻ്റെ കയ്യിൽ സോയാ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഫില്ലിങ്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സമൂസ ലീഫ് വെച്ചിട്ടാണ് നമ്മൾ ബോക്സ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ മൈദമാവ് കലക്കിയത് തേച്ച് കൊടുത്ത് അതിന് ശേഷം ഇങ്ങനെ പ്ലസ് പോലെ വെച്ചിട്ട് അകത്ത് ഫില്ലിങ്സ് വെച്ച് ഇതിങ്ങനെ മടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോക്സ് അവിടെ റെഡിയാവും. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെ മടക്കണം. അപ്പോഴേക്ക് ഇതൊരു ബോക്സിൻ്റെ ഷേപ്പിൽ സെറ്റായിട്ട് വരും കേട്ടോ. പിന്നെ ഒന്നുമില്ല, എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. സിമ്പിൾ റെസിപ്പി അല്ലേ? എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നിയത്. സിമ്പിളുമാണ്, അത്യാവശ്യം ഫില്ലിങ്ങുമാണ് ഇത്. അപ്പം ഇഫ്താറിന് ഇതൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. സോസ് ഇല്ലാതെയും നമുക്ക് പല മസാല വെച്ചും ഇങ്ങനെ ബോക്സ് ഷേപ്പിലൊക്കെ ഉണ്ടാക്കി നോക്കാം. എനിക്കിനി ചീസ് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ റെസിപ്പി വീഡിയോയും കൂടി ഇടാവേ. പിന്നെ സിമ്പിളായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ബോക്സ് റെഡിയാവും. അപ്പോൾ ഈ വീഡിയോയും ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇതുപോലത്തെ റെസിപ്പീസൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.